വെൽക്കം ടു AR മാത്സ്. AR മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ഈ വരുന്ന +2ൻ്റെ എക്സാമിൻ്റെ പോർഷൻസാണ്. ഒരു ക്വിക്ക് റിവിഷൻ. നമ്മൾ ആദ്യമായി തുടങ്ങുന്നതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. റെഡി? നോക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം. റെഡി? അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക് ആംഗിൾസ്. 0, 30, 45, 60, 90. Sin 0, 0, sin 30, 1/2, sin 45, 1/√2, sin 60, √3/2, sin 91. In the case of cos, reverse ചെയ്താ 1, √3/2, 1/√2, 1/2, 0. Ready? Next, tan value 0, 1/√3, 1, √3, not defined. Ready? Next ആണ് റേഞ്ച്. നമുക്ക് റേഞ്ച് ഓരോ സൈൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഇതിൻ്റെയൊക്കെ റേഞ്ചാണ് -90 മുതൽ +90 വരെ. റെഡി? -90 മുതൽ +90 വരെ. സൈൻ്റെ കേസിൽ ക്ലോസ് ഇൻ്റർവൽ -90 to +90. കൊസീക് ഇൻവേഴ്സിൻ്റെത് റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ -90 to +90 എക്സെപ്റ്റ് 0. അങ്ങനെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളും പഠിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ലേശം ബുദ്ധിമുട്ടാണ്. അതിന് പകരം എന്ത് മനസ്സിലാക്കുക? സൈൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഇതിൻ്റെയൊക്കെ റേഞ്ച് എന്താണ്? -90ൻ്റെയും +90ൻ്റെയും ഉള്ളിലാണ്. റെഡി? അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്താണ്? -sin ഇൻവേഴ്സ് x. അടുത്ത് കൊസീക് ഇൻവേഴ്സ് ഓഫ് -x എന്താണ്? -കൊസീക് ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്താണ്? -ടാൻ ഇൻവേഴ്സ് x. അപ്പോൾ ഇതിൽ നെഗറ്റീവ് ഉള്ളിലിടയിൽ ആ നെഗറ്റീവ് പുറത്തേക്ക് ചാടും. ഇവിടെ നോക്കുക. കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഇതിൻ്റെ റേഞ്ച് എന്താണ്? 0 മുതൽ π വരെ. π മീൻസ് 180. ഓക്കെ. ഇപ്പോൾ 0 മുതൽ 180 വരെയാണെന്ത്? കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഇതിൻ്റെയൊക്കെ റേഞ്ച്. അതുപോലെ തന്നെ മനസ്സിലാക്കുക. കോസ് ഇൻവേഴ്സ് -x എന്താണ്? π - കോസ് ഇൻവേഴ്സ് x ആണ്. ഓക്കെ. നെഗറ്റീവ് വരും, അതിൻ്റെ അറ്റത്തൊരു π ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് -x എന്ന് തരാം π - സീക്ക് ഇൻവേഴ്സ് x. കോട്ട് ഇൻവേഴ്സ് -x എന്ന് തരാം π - കോട്ട് ഇൻവേഴ്സ് x. അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞാൽ നമുക്ക് ഈ 7 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇതിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറ്. വളരെ സിമ്പിളാണ്. ഇത് പ്രിൻസിപ്പാൾ സൊല്യൂഷൻ എന്ന് അതിന് പറയാം. ഇപ്പോൾ നോക്കുക. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. നോക്കാം. ഇതിൻ്റെ ആൻസർ എന്താണ്? 1 മാർക്കാണ്. വൺ സ്റ്റെപ്പിനുള്ളിൽ എഴുതിയാൽ മതി. സോ ഹിയർ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈന് ഏത് ആംഗിൾ കൊടുത്താലാണ് 1/2 കിട്ടുക? സൈന് ഏത് ആംഗിൾ കൊടുത്താലാണ് 1/2 കിട്ടുക? π/6. ദാറ്റ് ഈസ് 30. ഈ 30 എന്ന വാല്യൂ സൈൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. കാരണം സൈൻ്റെ റേഞ്ച് എന്താണ്? -90ൻ്റെയും +90 ഉള്ളിലാണ്. റെഡി? -90 +90 ഉള്ളിലല്ലേ 30. അപ്പോൾ നമുക്ക് ആ വാല്യൂ എടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇതിൽ -1/2 ഇല്ല. അപ്പോൾ ആ നെഗറ്റീവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. നമുക്കറിയാം സൈൻ ഇൻവേഴ്സിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് പുറത്തേക്ക് ചാടും. സോ sin inverse of 1/2. So minus what is sin inverse of 1/2? That is π/6. Clear? So ഈ -π/6 എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. കാരണം -90ൻ്റെയും +90 ഉള്ളിലാണ് -30. ക്ലിയർ? നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. സോ ഇതിൽ മൈനസ് വാല്യൂ ഇല്ല. അപ്പോൾ നെഗറ്റീവിൻ്റെ കാര്യം തീരുമാനമാക്കണം. സോ ഇവിടെ നോക്കാൻ നെഗറ്റീവ്. ഇവിടെയാണ് കോസ് ഉള്ളത്. കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് പുറത്തേക്ക് ചാടും. ആ നെഗറ്റീവിൻ്റെ അറ്റത്ത് നിന്നുണ്ടാവും ഒരു π ഉണ്ടാവും. സോ π - കോസ് ഇൻവേഴ്സ് 1/√2. സോ π - what is cos ഇൻവേഴ്സ് 1/√2? കോസ് 1/√2 എത്രയാണ്? π/4 ആണ്. ദാറ്റ് ഈസ് π/4. ഇനി ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × π 4π - π ദാറ്റ് ഈസ് 3π. 3π/4. നെക്സ്റ്റ് കൊസീക്ക് ഇൻവേഴ്സ് -2. സോ അത് ഈ നെഗറ്റീവിനെ കാര്യം തീരുമാനമാക്കണം. കൊസീക്കിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് പുറത്തേക്ക് ചാടും. സോ കൊസീക്ക് ഇൻവേഴ്സ് 2. ഇത് നമ്മൾ ഇതിൽ എന്തില്ല? കൊസീക്കില്ല. നമുക്ക് എന്തറിയാം? കൊസീക്കും ആരും നമ്മളെ ബന്ധം അറിയാം, സൈനും നമ്മൾ ബന്ധം അറിയാം. കൊസീക്ക് സൈൻ നമ്മൾ ബന്ധം എന്ത് ബന്ധമാണ്? ഒരു റെസിപ്രോക്കൽ ബന്ധമാണ്. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ ഉണ്ടാക്കിയാൽ മതി. മൈനസ് കൊസീക്കിന് പകരം നമുക്ക് സൈൻ എഴുതാം, പക്ഷേ സൈൻ ഇൻവേഴ്സ് എഴുതാം. പക്ഷേ ഈ 2ൻ്റെ എന്തെടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. സോ വാട്ട് ഈസ് റെസിപ്രോക്കൽ ഓഫ് 2? ദാറ്റ് ഈസ് 1/2. സോ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഏത് ആംഗിൾ കൊടുത്താലാണ് 1/2 കിട്ടുക? π/6. So minus π/6.
റെഡി. നെക്സ്റ്റ് ആണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5/6. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ രണ്ടും എന്താവും, ക്യാൻസൽ ആവും. സോ ബോത്ത് ആർ ക്യാൻസൽ. വാട്ട് ഇസ് ആൻസർ? 5/6. ശരിക്കും ക്യാൻസൽ ആവല്ല, അതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ രണ്ട് ക്യാൻസലായി 7 5/6. 7 × 30. ഗുഡ് ആൻസർ. വാട്ട് ഇസ് 7 × 30? ദാറ്റ് ഈസ് 210. 210 ടാൻ ഇൻവേഴ്സിന് വരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, വരാൻ പറ്റില്ല. ടാനിൻ്റെ ആൻസർ എന്ത് വരാൻ പറ്റുള്ളൂ? -9ൻ്റെയും +9ൻ്റെ ഉള്ളിൽ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യണം? ഇവിടെ മാറ്റണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇതാ, ഈ 7 π/6 മാറ്റിയതാണ്. ഈ 7 π/6 മാറ്റിയതാൽ നിങ്ങൾ ചുമ്മാ പൈ എഴുതാ, ഡോട്ട് ചുമ്മാ ഇവിടെ എന്താ ഉള്ളത്? π/6 എഴുതാ. ഇനി ഈ ഡോട്ടിന് അവിടെ പ്ലസ് എഴുതണോ മൈനസ് എഴുതണോ? 6 × π + π എന്ന് വരണോ മൈനസ് π എന്ന് വരണോ? 6 × π + π എന്ന് എന്താവുള്ളൂ? 7 π ആവുള്ളൂ. അതുകൊണ്ട് +π എന്ന് കൊടുത്തു. സോ ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇത് നമുക്കറിയാം ടാൻ പൈ + തീറ്റ എന്താണ്? ടാൻ തീറ്റ ആണ്. അത് മൈനസ് ആണോ പ്ലസ് ആണോ നോക്കണം. അതെങ്ങനെ മൈനസ് ആണോ പ്ലസ് ആണോ നോക്കുക? അത് നമുക്ക് കുരിശ് വരച്ച് നോക്കുക. ഇങ്ങനെ പൈ അവിടെ വരാം, ഇവിടെയാണ് പൈ, ഒരു ഹാഫ് റൊട്ടേഷനാണ് പൈ. പൈ പ്ലസ് എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്ക് തേർഡ് ക്വാഡ്രൻറ്റ്. നമുക്കറിയാം തേർഡ് ക്വാഡ്രൻറ്റിൽ ആര് പോസിറ്റീവാണ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അല്ലെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ്. റെഡി. അപ്പോൾ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടീ, ടാൻ പോസിറ്റീവാണ്. സോ എന്താ ആൻസർ? ടാൻ തീറ്റ. സോ ടാൻ π/6. ഇനി നമുക്ക് ടാൻ ഇൻവേഴ്സും ടാനും കട്ട് ചെയ്യാം. ബാക്കി എന്താണ്ടാവുക? π/6. ഈ π/6 എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. കാരണം എന്താണ്? 30 ഡിഗ്രി ഇതിനുള്ളിലാണ്, -9ൻ്റെയും +9ൻ്റെയും ഉള്ളിലാണ്. സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അത് മിക്കവാറും എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിരിക്കും, ഗ്യാരണ്ടിയാണ്. ഇനി 7th ക്വസ്റ്റ്യൻ. ഇവിടെ അതുപോലെ തന്നെ സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി വിചാരിക്കുക. സോ വാട്ട് ഇസ് ആൻസർ? 160 ഡിഗ്രി. സൈൻ ഇൻവേഴ്സിന് 160 വരാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ റേഞ്ച് എത്രയാണ്? +90 വരെയാണ്. അപ്പോൾ നമുക്ക് 160 മാറ്റിയതാണ്. എങ്ങനെ മാറ്റിയതാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ചുമ്മാ പൈ ഡോട്ട് 180 നോട് എത്ര കുറച്ചാലാണ് 160 കിട്ടുക? 180 - 20. സോ വാട്ട് ഇസ് ആൻസർ? ഈ ആൻസർ എന്താണ്? സൈൻ പൈ - തീറ്റ എന്താണ്? അത് സൈൻ തീറ്റ എന്നാണ്. അത് പോസിറ്റീവ് ആർ നെഗറ്റീവ് നോക്കണം. പൈ മൈനസ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഓൾ സ്റ്റുഡൻസ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താണ്? പോസിറ്റീവാണ്. സോ സൈൻ വാസ് ഓഫ് സൈൻ 20. ഇനി രണ്ടും ക്യാൻസലായി. വാട്ട് ഇസ് ആൻസർ? 20. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഹൃദയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ലിസൺ, ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് ടാൻ ഇൻവേഴ്സ് x + ടാൻ ഇൻവേഴ്സ് y = ടാൻ ഇൻവേഴ്സ് ഓഫ് x + y / 1 - x × y. ഈ ടാൻ ഇൻവേഴ്സ് x - ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് തരാം. ഇതേ ഇക്വേഷൻ തന്നെ പ്ലസിൻ്റെ അവിടെ മൈനസ് ആവും, അത്രയ്ക്കേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് x - y / 1 + x × y. 2 tan inverse x = tan inverse of 2x / 1 - x². ഇത് വെച്ചിട്ട് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് വരെ ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഗ്യാരണ്ടിയാണ്. എന്തായാലും എക്സാമിന് ഉണ്ടാവും. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 = tan ഇൻവേഴ്സ് ഓഫ് x, ഫൈൻഡ് x. ഈ എക്സ് എന്താണ്? ഇവിടെ സൈൻ ഇൻവേഴ്സ് ആണോ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്? അപ്പോൾ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സ് ആക്കി ചെയ്താലോ? രണ്ടും ഭാഗത്തും ടാൻ ഇൻവേഴ്സ് ആണ്. നമുക്ക് ടാൻ കട്ട് ചെയ്തിട്ട് എക്സ് കിട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 = ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സിനെ നമുക്ക് ടാനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ചെയ്യേണ്ട കാര്യം, നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ചിട്ട് ഇവിടെ ആംഗിൾ വിചാരിക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. സൈൻ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് 3, ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് എന്താണ്? 5 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ബൈ പൈതഗോറസ് തിയറം നമുക്കൊന്നും ചെയ്യാം, കണ്ടുപിടിക്കാം. കാരണം ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് സ്പെഷ്യൽ ട്രയാങ്കിളാണ്. 3, 4, 5 എന്ന സ്പെഷ്യൽ ട്രയാങ്കിളാണ്. റെഡി? അപ്പോൾ ഇതിൽ സൈൻ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. ഇതിന് നോക്കാം. ഇനി സൈൻ ഇൻവേഴ്സിനെ എങ്ങനെ ടാൻ ഇൻവേഴ്സ് ആക്കി എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ എന്താണ്? ടാൻ ഇൻവേഴ്സ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. റെഡി? വാട്ട് ഈസ് ഓപ്പോസിറ്റ് സൈഡ്? 3 ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് എന്താണ്? 4. അപ്പോൾ സൈൻ ഇൻവേഴ്സിന് പകരം ടാൻ ഇൻവേഴ്സ് എഴുതി. ഈക്വൽ എന്താണുള്ളത്? ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ. ബാക്കി എന്താണുള്ളത്? x = 3/4. സോ x = 3/4. ഇത് ചെയ്യാൻ എന്താ പറയണം?
സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് ഇൻവേഴ്സ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഇൻവേഴ്സ് ഈസ് ടാൻ ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇത്രയും കാര്യം അറിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. ഇനി നമ്മൾ നോക്കുക, പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക, LHS എടുക്കുക. വാട്ട് ഈസ് LHS? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/11. ഏത് ഇക്വേഷനാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ. സോ ഹിയർ tan inverse of x plus tan inverse of y equal to tan inverse of x plus y. What is x? 1/2 plus 2/11 all divided by 1 minus x into y. 1/2 into 2/11. So simplify the answer. I tan inverse of 1/2 plus 2/11 cross multiply 11 plus 4, that is 15 divided by 22 all divided by ഇവിടെ 1 മൈനസ് 2 ഡിവൈഡ് ബൈ 22. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 15 ഡിവൈഡ് ബൈ 22 ഡിവൈഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ 20 ഡിവൈഡ് ബൈ 22. 22 ക്യാൻസൽ. ഇനി 15ലും 20ലും എന്ത് ക്യാൻസൽ ചെയ്യാം? 5 ക്യാൻസൽ ചെയ്യാം. ഹിയർ 3 ടൈംസ്, ഹിയർ 4 ടൈംസ്. സോ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. Ready? So we got RHS. So LHS equal to RHS, hence verified. Next, second question, cos inverse of 4/5 plus cos inverse of 12/13 equal to tan inverse of 56 divided by 33. അപ്പോൾ ഇതിൻ്റെ LHS എടുക്കുക. അപ്പോൾ നമുക്ക് എന്തല്ല, കോസ് ഇൻവേഴ്സ് ആണ് ഇതൊക്കെ ഉള്ളത്. നമുക്ക് എന്താ അറിയുള്ളൂ? ടാൻ ഇൻവേഴ്സിൻ്റെ ഇക്വേഷനെ അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സിനൊക്കെ മാറ്റിയിടണം. നമുക്ക് കോസ് ഇൻവേഴ്സ് 4/5 എങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് ചെയ്താൽ? അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് 12/13 എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? അപ്പോൾ അതിന് സൈഡിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. സോ ട്രയാങ്കിൾ വരയ്ക്കുക. കോസ് ഇൻവേഴ്സ് 4/5. കോസ് മീൻസ് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ആംഗിൾ അഡ്ജസൻറ്റ് ഇവിടെ 4, ഇവിടെ എത്രയാണ്? 5, ഇവിടെ എത്ര വരാം? സ്പെഷ്യൽ ട്രയാങ്കിൾ 3. സോ ടാൻ എന്താക്കില്ല? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4. അടുത്ത് കോസ് ഇൻവേഴ്സ് 12/13, അതിന് വേറെ ട്രയാങ്കിൾ വരയ്ക്കുക. കോസ് ഇൻവേഴ്സ് 12 ഇവിടെ എത്രയാണ്? 13. ഇത് സ്പെഷ്യൽ ട്രയാങ്കിളാണ്. ഇവിടെ എത്ര 5. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 5 ദിവസത്തെ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്താക്കില്ല? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 5/12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സംഭവം മാറ്റിയതല്ലോ. LHS എന്ത് കിട്ടി? LHS കോസ് ഇൻവേഴ്സ് 4/5 വരെ നമുക്ക് എന്ത് ഇതാം? ടാൻ ഇൻവേഴ്സ് 3/4. ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് കോസ് ഇൻവേഴ്സ് 12/13 പകരം ടാൻ ഇൻവേഴ്സ് 5/12. ടാൻ ഇൻവേഴ്സ് 5/12. ഇതേത് ഫോമാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന ഫോമാണ്. സോ എന്ത് ചെയ്താം? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ 3/4 പ്ലസ് 5/12 all divided by 1 minus 3/4 into 5/12. So tan inverse of cross multiply 36 plus 20 divided by 48 all divided by 1 minus 15 divided by 48. So tan inverse of 56 divided by 48. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 48 മൈനസ് 15, that is 33 divided by 48. You can cancel 48. So tan inverse of 56 divided by 33. നമുക്ക് എത്ര കിട്ടേണ്ട ആൻസർ? tan inverse of 56 divided by 33 കറക്റ്റാണ്. സോ എന്ത് കിട്ടി? RHS കിട്ടി. സോ LHS equal to RHS, hence verified. Clear? Okay, next question ആണ് 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse of 31 divided by 17. ഇത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഇതിൻ്റെ LHS എടുക്കാം. വാട്ട് ഇസ് LHS? LHS ഹിയർ 2 tan inverse 1/2 plus tan inverse 1/7.
സോ ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ പുറത്തൊരു 2 ഉണ്ട്. സോ നമുക്ക് എന്തറിയാം, 2 ടാൻ ഇൻവേഴ്സ് എക്സ് അറിയാം. അപ്പോൾ ഇതിനെ മാത്രം സിംപ്ലിഫൈ ആദ്യം. 2 ടാൻ ഇൻവേഴ്സ് എക്സിന് അത് സിംപ്ലിഫൈ ചെയ്യുക. എന്താ 2 ടാൻ ഇൻവേഴ്സ് എക്സ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x 2 ഇൻറ്റു എക്സ്. എക്സ് ഇവിടെ എന്താ 1/2 ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ. പിന്നെ ഇവിടെ നിന്നുണ്ട് പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു ഹാഫ് ദറ്റ് ഈസ് 1 ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് 1/2ൻ്റെ സ്ക്വയർ 1/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഫുള്ളിൽ നിന്ന് 4 പോയാൽ 3/4 3/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3/4. So 1/3/4 reciprocal of 3/4 meaning. So what is the reciprocal of 3/4? That is 4/3 plus tan inverse of 1/7. Now which is in the form of tan inverse x plus tan inverse y. So ഇതിനെ tan inverse x plus tan inverse y എന്ന് ഫോം ചെയ്താൽ നമുക്ക് സിമ്പിൾ ആൻസർ കിട്ടും. What is tan inverse x plus tan inverse y? Tan inverse of x plus y, that is 4/3 plus 1/7 all divided by 1 minus 4/3 into 1/7. So the answer is tan inverse of, by cross multiplication, 4 into 7 28, 28 plus 1 3 31 all divided by 3 into 7 21 all divided by 1 minus 4/21. Then tan inverse of 31 divided by 21, here by cross multiplication 1 into 21 21 minus 4 that is 17 17 divided by 21. So tan inverse of 21 cancel, 31 divided by 17 which is equal to RHS. So here LHS equal to RHS, hence verified or proved. So 3 സിമ്പിൾ ആണ്, വളരെ സിമ്പിളായിട്ട് ഈ ഒരു 3 ഇക്വേഷൻ പറയാനില്ല. ഈ ഇക്വേഷൻ പഠിച്ചത് ഫ്രീയാണ്, ബൈ 1 get 1 ആണ്. ഇത് പഠിക്കുക പിന്നെ ഇതും പഠിക്കുക, വളരെ സിമ്പിളായിട്ട് 2 3 മാർക്ക് ഗ്യാരണ്ടിയാണ്. ക്ലിയർ. അടുത്തതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട്, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. sin 2 theta, cos 2 theta, tan 2 theta, sin 3 theta, cos 3 theta, tan 3 theta, 1 minus cos 2 theta, 1 plus cos 2 theta, tan pi/4 plus theta. ഇത്രയും കാര്യം ഇതൊക്കെ നമുക്കറിയാം. ഇത്രയും കാര്യം ചെയ്യാമെന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് sin inverse of 2x root of 1 minus x square equal to 2 sin inverse x. ബി ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യന് പക്ഷേ വേറെ ആൻസറാണ്, 2 cos inverse x. അപ്പോൾ നോക്കുക, ഇതേട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൽ നോക്കിയാൽ ആൻസറിൽ sin inverse x ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സിന് എന്താ കൊടുക്കേണ്ടത്? പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. ഇനിയിപ്പോൾ ആൻസറിൽ cos inverse x ആണെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ ആൻസറിൽ എന്ത് ഇൻവേഴ്സ് ആണുള്ളത് നോക്കുക. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ എക്സിന് സൈൻ തീറ്റ കൊടുക്കുക, കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ എക്സിന് കോസ് തീറ്റ കൊടുക്കുക. സോ ഇവിടെ നോക്കുക, നമുക്കറിയാം ഇവിടെ ആൻസർ തന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? സൈൻ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൽ LHSൽ എക്സിൻ്റെ അവിടെ സൈൻ തീറ്റ കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതിനകത്ത് ഐഡൻറ്റി നോക്കുക, നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ അറിയാം? നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതിൽ നിന്ന് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? കോസ് സ്ക്വയർ തീറ്റ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. ഇനി ആ സ്ക്വയർ റൂട്ട് എന്താവും? ക്യാൻസലാവും. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് നമുക്കറിയാലോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? ഐഡൻറ്റി നോക്കുക, സൈൻ 2 തീറ്റ എന്നാണ്. സോ സൈൻ വേഴ്സ് ക്യാൻസൽ. സോ 2 തീറ്റ നമുക്ക് എന്താണ്ട്
2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. സോ 2 ഉണ്ട്. തീറ്റ എന്താണ്? ഇതിന്ന് തീറ്റ കിട്ടില്ലേ? തീറ്റ എന്തരാ? സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പം എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആൻസറിൽ എന്ത്? കോസ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. സോ LHS ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 cos theta root of 1 minus cos square theta. Sin inverse of 2 cos theta root of, you know 1 minus cos square theta is, that is sin square theta. Sin square theta. Square root cancel ആയി. Sin inverse of 2 cos theta റൂട്ടും സ്ക്വയർ cancel ആയി sin theta. So sin inverse of 2 cos theta sin theta is sin 2 theta. Sin inverse sin cancel 2 theta. തീറ്റ എന്താ നമുക്കറിയാലോ? എന്താ തീറ്റ? എക്സ് ഈക്വൽ കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ്. സോ എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS, ഹെൻസ് വെരിഫൈഡ്. ക്ലിയർ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇത് നമ്മൾ ഐഡൻറ്റി നോക്കുക. ഐഡൻറ്റി നമുക്കിതറിയാം. 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് നമുക്ക് എന്തറിയാം? സോ അതിൽ നോക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്താണ്? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് എന്നാണ്. ടാൻ പൈ ബൈ 4 മൈനസ് തീറ്റ. തീറ്റൻ്റെ അവിടെ എന്താണ്? എക്സ് ആണുള്ളത്. സോ ആൻസർ ഈസ് ടാൻ വേഴ്സ് ടാൻ ക്യാൻസലായി. വാട്ട് ഈസ് ആൻസർ? പൈ ബൈ 4 മൈനസ് എക്സ്. ക്ലിയർ. നെക്സ്റ്റ് ഒരു തേർഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് all divided by cos x minus sin x. ഇവിടെ പുട്ട് എക്സ് ഈക്വൽ കൊടുക്കാനില്ല. ഇവിടെ അതുപോലെ പുട്ട് എക്സ് ഈക്വൽ കൊടുക്കാനില്ല. ഇത് ഏകദേശം ഏത് ഫോമാണ്? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് എന്ന ഫോമാണ്. അപ്പോൾ ഇവിടെ 1 വരണം. കോസ് എക്സിനോട് എങ്ങനെ 1 വരുത്തുക? അപ്പോൾ ഒരു സാധനം 1 ആക്കാൻ അതേ സംഭവം ഡിവൈഡ് ചെയ്താൽ മതി. സോ അവിടെ നോക്കുക. കോസ് എക്സിനെ 1 ചെയ്യാം. കോസ് എക്സിന് 1 ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ കോസ് എക്സ് കൊടുക്കുക. അപ്പോൾ ഡിവൈഡ് ബൈ കോസ് ഇതിന് മാത്രം കൊടുക്കാൻ പറ്റില്ല. കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാത്തിനും ഡിവൈഡ് ബൈ കോസ് എക്സ് ചെയ്യുക. അപ്പോൾ കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്, കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. സോ കിട്ടി ടാൻ ഇൻവേഴ്സ് ഓഫ് ഹിയർ 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ്, ദാറ്റ് ഇസ് ടാൻ എക്സ് all divided by 1 minus tan x. So tan inverse of, നമുക്കറിയാം 1 plus tan x divided by 1 minus tan x എന്താണ്? tan pi by 4 plus x. tan inverse tan കട്ടാക്കി എന്ത് കിട്ടി? pi by 4 plus x എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് tan inverse of root of 1 plus x square minus 1 all divided by x. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാറ്? അപ്പോൾ നോക്കുക. എക്സിന് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇത് കൊടുത്ത് നോക്കുക. സൈൻ തീറ്റ കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അങ്ങനെ ഇക്വേഷൻ ഇല്ല. കോസ് തീറ്റ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ചെക്ക് ചെയ്ത് നോക്കുക. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ നമ്മളെ ഇക്വേഷൻ ഉണ്ട്. കാരണം സീക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. ഫ്രം ദാറ്റ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് സീക്സ് സ്ക്വയർ തീറ്റ. സോ ഹിയർ സബ്സ്റ്റിറ്റ്യൂട്ട് x equal to tan theta. So x and tan theta എടുക്കുക. So tan inverse of root of 1 plus tan square theta minus 1 divided by tan theta. So tan inverse of, what is 1 plus tan square theta? That is sec square theta minus 1 all divided by tan theta. Square root cancel ആയി. So tan inverse of sec theta minus 1 divided by tan theta. tan inverse of sec theta മാറ്റിയതാം 1 by cos theta, 1 by cos theta minus 1 divided by tan theta sin theta divided by cos theta. So tan inverse of
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. നമുക്കെന്ത് ചെയ്യാം? കോസ് തീറ്റ ക്യാൻസൽ ചെയ്യാം. ഇനി 1 മൈനസ് കോസ് തീറ്റ എവിടെയോ കണ്ടുപരിചയമുണ്ട്. 1 മൈനസ് കോസ് തീറ്റ പഠിച്ചിട്ടില്ലേ? എന്താ 1 മൈനസ് കോസ് തീറ്റ? 1 മൈനസ് കോസ് 2 തീറ്റ എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ 2 തീറ്റ ഇവിടെ എന്തായി? നേരെ പകുതിയായി. ഇവിടെ 4 തീറ്റ ആണെങ്കിലോ 2 സൈൻ സ്ക്വയർ 2 തീറ്റ. ഇവിടെ 6 തീറ്റ ആണെങ്കിലോ 2 സൈൻ സ്ക്വയർ 3 തീറ്റ. ഇവിടെ തീറ്റ ആണെങ്കിലോ അതിൻ്റെ പകുതി വരും. സോ എന്താ ആൻസർ? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 1 മൈനസ് കോസ് തീറ്റ എന്താ? 2 സൈൻ സ്ക്വയർ തീറ്റൻ്റെ പകുതി എന്താ? തീറ്റ ബൈ 2. അത് കഴിഞ്ഞു. ഇനി ഇവിടെ സൈൻ തീറ്റ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ലേ? സൈൻ 2 തീറ്റ എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ 2 തീറ്റ ഇവിടെ എന്തായി? തീറ്റയായി. ഇവിടെ 4 തീറ്റ ആണെങ്കിലോ ഇവിടെ 2 തീറ്റ ആവും. 6 തീറ്റ ആണെങ്കിലോ ഇവിടെ എന്ത് വരും? 3 തീറ്റ ആവും. ഇവിടെ 8 തീറ്റ ആണെങ്കിലോ 4 തീറ്റ ആവും. 7 തീറ്റ ആണെങ്കിലോ 7 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ സൈൻ തീറ്റ ആയതുകൊണ്ട് വരും 2 സൈൻ തീറ്റൻ്റെ പകുതി തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 2 ക്യാൻസൽ. ഒരു സൈൻ ഇവിടെ സൈൻ ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ബൈ കോസ് എന്താണ്? ടാൻ ആണ്. സോ ടാൻ തീറ്റ ബൈ 2 ടാൻ വേഴ്സ് ടാൻ ക്യാൻസൽ. നമുക്ക് തീറ്റ എന്താ പറയുക? ആൻസർ എന്ത് കിട്ടി? തീറ്റ ബൈ 2 എന്ന് കിട്ടി. പിന്നെ വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്താണ്? ടാൻ വേഴ്സ് എക്സ് എന്നാണ്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് HS ലൈവിൽ നിങ്ങൾക്ക് പോയിട്ട് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ ഡൗട്ടുകൾ ചോദിക്കുക. സിമ്പിളാണ്. ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് ദിവസമുള്ള വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ടഫായി തോന്നുന്നത്, ഏത് ചാപ്റ്റർ ടഫായി തോന്നുന്നത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ അത് കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി, ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.